രണ്ട് ധർമ്മം പറയും. ഒന്ന് പരമധർമ്മം, ഒന്ന് സ്വധർമ്മം. സ്വധർമ്മം നമ്മൾ അറിഞ്ഞേ പറ്റൂ. എന്താണ് സ്വധർമ്മം? താങ്കളൊരു ഗൃഹസ്ഥനാണ്. കുഞ്ഞിനെ നോക്കണ്ടേ, ഭാര്യ നോക്കണ്ടേ, ഉത്തരവാദിത്വം ഇല്ലേ, കുടുംബ വീടൊക്കെ നോക്കണ്ടേ? അത് സത്യസന്ധമായിട്ട് ജോലി എടുക്കാൻ പറ്റുമോ, അല്ലെ ബിസിനസ് ചെയ്യാൻ പറ്റുമോ? അപ്പോൾ അത് നമ്മൾ എന്താണോ നമ്മളെ ഈശ്വരനെ ഏൽപ്പിച്ചിരിക്കുന്നത്, അത് സത്യസന്ധതയോടുകൂടി ഭക്തിയോടുകൂടി ചെയ്യലാണ് സ്വധർമ്മം. പരമധർമ്മമോ? മക്കളും കാണില്ല, ഭാര്യയും കാണില്ല, നാട്ടുകാരും കാണില്ല, വീട്ടുകാരും കാണില്ല, ഒറ്റയ്ക്കേ ഉള്ളൂ, തനിക്ക് താനും പെരയ്ക്ക് തോന്നും. അപ്പോൾ ആരെ ആശ്രയിക്കാം? ഈ വിശ്വത്തിലെ ഇതിൻ്റെ കേന്ദ്രമായിരിക്കും പരമേശ്വരൻ നമ്മൾ വിളിക്കുന്ന ആത്മസത്യത്തെ. അതിപ്പോൾ ഇവിടെ കാണാൻ പറ്റുന്ന ചുറ്റും ഇത് തന്നെയല്ലേ, അകത്തുള്ളതും പുറത്തുള്ളതും ഒന്നാണ്. അതിനെ ആശ്രയിക്കലാണ് പരമമായ ധർമ്മം. പിന്നെ ഒരു കാര്യം കൂടെ പറയാം, അഘോരി പ്രകൃതി ഉണ്ടല്ലോ, ചുറ്റും കാണുന്ന പ്രകൃതി, ഇത് നശിച്ചുകൊണ്ടിരിക്കുകയല്ലേ, മനുഷ്യൻ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയല്ലേ. പ്രകൃതി രക്ഷിക്കുക എന്നുള്ളതാണ് മനുഷ്യൻ്റെ ധർമ്മം. ഇത് മൂന്നാമത്തെ ധർമ്മം എന്ന് വിളിക്കാം. എന്തെങ്കിലും സംശയം ഇല്ലാതുണ്ടെങ്കിൽ ചോദിക്കുക, പറയാം. അത്രേ ഉള്ളൂ, സിമ്പിൾ അല്ലേ? ഈ കൃത്യമായിട്ട് ചെയ്താൽ ഒരു കുഴപ്പമുണ്ടാവില്ല ജീവിതത്തിൽ. അനുഭവത്തിന് വിളയാ ഇതൊക്കെ കൃത്യമായിട്ട്. ഇതിന് എവിടെയെങ്കിലും തെന്നുന്നുണ്ടെങ്കിൽ, അതായത് കുടുംബവും, മകനുണ്ട്, കുട്ടിയുണ്ട്, ഭാര്യയുണ്ട്, എല്ലാം ഉണ്ട്, എല്ലാവരെയും സത്യസന്ധമായി പ്രേമിക്കുക. പക്ഷെ ആരും നമ്മുടെ എല്ലാം തിരിച്ചറിയണം. സത്യസന്ധമായിട്ട് പ്രേമിക്കുക. അവരവർക്ക് അവരുടെ വഴി, എല്ലാവരും അവരുടെ. ഈ ലോകം സ്വാർത്ഥതയിലാണ് നിലനിൽക്കുന്നത്, അത് തെറ്റൊന്നുമല്ല. അതുകൊണ്ട് അവനവൻ്റെ ആരോഗ്യം നോക്കണം, അവനവൻ്റെ സന്തോഷം നോക്കണം, അവരെയും നോക്കണം, ഈ പ്രപഞ്ചത്തെ ഭക്തിയോടുകൂടി സ്മരിക്കണം, പറ്റുന്നതെല്ലാം ലോകത്തിന് വേണ്ടി ചെയ്യണം, ആ പരമേശ്വരൻ നിരന്തരം ശ്രമിക്കണം. ബസ് ധർമ്മമായി. ഇത്ര ചെയ്യാൻ വളരെ സന്തോഷത്തോടെ ജീവിക്കാം. ബാക്കിയൊക്കെ പ്രകൃതി തന്നെ ബുദ്ധിയിൽ തെളിച്ചു വരും. ആ ബുദ്ധിയിൽ തെളിഞ്ഞ് വരും. സ്വാഭാവികമായിട്ട് തന്നെ യോഗിയാവും. ഇതാണ് നമ്മുടെ മാർഗം. വളരെ സിമ്പിളാണിത്. പക്ഷേ ഞങ്ങളെപ്പോലുള്ള കുറച്ച് ഭ്രാന്ത് കൂടുതലുണ്ട്, വട്ട് കൂടുതലുണ്ട്, കുറച്ചുകൂടെയൊക്കെ ആഴത്തിൽ കുഴിച്ച് നോക്കേണ്ടി വന്നു. അവിടെയും വെള്ളമേ ഉള്ളൂ, ഇവിടെയും വെള്ളം തന്നെ. ആകാശത്തും വെള്ളം, ഭൂമിയിലും വെള്ളം. പക്ഷെ അതിനൊന്ന് തിളപ്പിച്ച് മാറണമെങ്കിൽ തീ വേണ്ടേ? അതുകൊണ്ട് ഞങ്ങൾ കുറച്ച് നാൾ തീ ഇട്ട് നോക്കി. കൊള്ളാം. എല്ലാവരുടെയും മനസ്സുകളിൽ തണുത്ത് കിടക്കുന്ന തീയിടുക, ഇതാ പണി.